ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10ൽ ചാപ്റ്റർ 11 ഏരിയ റിലേറ്റഡ് ടു സർക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ എക്സസൈസ് 11.1 ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3, 4 ആണ്. എക്സസൈസ് 11.1 അഥവാ ഏരിയ റിലേറ്റഡ് ടു സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റത്തെ 4 ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: find the area of the sector of circle with radius 5 cm if angle of the sector is 60 degree. ഓക്കെ, ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഒരു സർക്കിളിൻ്റെ പാർട്ടാണ്. രണ്ട് റേഡിയസും ഒരു സർക്കിളിൻ്റെ പാർട്ടും തമ്മിലുള്ള ഭാഗത്തിനാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. ഈ സെക്ടറിൻ്റെ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ദിസ് ഏരിയ ആൻഡ് ആംഗിൾ ഈസ് ഗിവൺ ദാറ്റ് 60 degree and the radius of the circle is given that 6 cm. ദെൻ ഏരിയ ഓഫ് സെക്ടർ. എന്താണ് സെക്ടറിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ? ആദ്യം നിങ്ങളൊന്ന് പറഞ്ഞ് എന്താണ് സെക്ടറിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ? എന്താണ്? പൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ബൈ 360. ഓക്കെ, പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ്സ് വി ക്യാൻ യൂസ് 22/7 or 3.14. ആറ് റേഡിയസ് തന്നിട്ടുണ്ട്, 6 ആണ്. തീറ്റ 60 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ 22/7 into 6 into 6 into 60/360. ഓക്കെ, ഇതാ ഇവിടെ ഈ 6 0യും 0യും പോയി. ബാക്കി ഞാൻ എങ്ങനെ കട്ട് ചെയ്ത് പറഞ്ഞു കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോണേ. 6 into 6 36. അതിനെ ഡിനോമിനേറ്ററിലുള്ള 36നായിട്ട് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി ഇനി 22/7 into 6. ഓക്കെയാണ്. എങ്ങനെയാ? ആദ്യം 0യും 0യും പോയി. 6 into 6 36 ആണ്. ആ 36നെ ഡിനോമിനേറ്ററിലുള്ള 36 ആയിട്ട് കട്ട് ചെയ്തു. ബാക്കി ഞാനുള്ളത് 22/7 into 6. ദെൻ 22 into 6 ചെയ്തു. 22 into 6. 2 6 are 12. റിമൈൻഡർ 1. 2 6 are 12. 12 plus 1 13. ഇനി 132/7 ചെയ്യാം നമുക്ക്. 132/7. How many 7 in 13? The 1 7. 1 7s are 7. Then 13 minus 7, it's 6. Then 2. Okay. And then 8 56 8 63 ആണ്. സോ 8 56. ഇവിടെ 12 ആവും. 12 6 പോയാൽ 6 കിട്ടും. ഇറക്കി ചെയ്ത നമ്പർ ഇല്ല, അപ്പോൾ 0 ഇടുക, പോയിൻ്റ് ഇടുക. 60 എത്ര ഉണ്ട്? അവിടെ വീണ്ടും 8 എണ്ണം. 7 56. 60 56 പോയാൽ 4 40. 5 35. അങ്ങനെ പോകും. ഓക്കെ, സോ 18.85 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ സെക്ടറിൻ്റെ ഏരിയ. അതായത് ഈ റേഡിയസ് 6 സെൻറ്റിമീറ്ററും ആംഗിള് 60 ഡിഗ്രിയുമായിട്ടുള്ള സെക്ടറിൻ്റെ ഏരിയ 18.85 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അടുത്ത നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ ഹൂസ് സർക്കംഫറൻസ് ഈസ് 22 സെൻറ്റിമീറ്റർ. എന്താണ് ഈ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് സെൻട്രൽ ആംഗിളൊന്നും തന്നിട്ടില്ല. ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിനെ നമ്മൾ 4 ആക്കിയിട്ട് ഭാഗിക്കും. ആദ്യം ഒരു ഡയമീറ്റർ വരച്ചിട്ട് ഹാഫാക്കി, പിന്നെ വേറൊരു ഡയമീറ്റർ വരച്ചിട്ട് 4/1 ഇതിനെയാണ് നമ്മൾ ഒരു ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അത് നമുക്ക് തരേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, സർക്കംഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സർക്കംഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ്. ഫ്രം ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ദ റേഡിയസ്. ഓക്കെ, ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അതിൻ്റെ ആംഗിൾ 1/θ ആണ്. ഞാൻ പറഞ്ഞല്ലോ 90. ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളോട് 1/4 എന്ന് പറഞ്ഞാൽ സർക്കിളിനെ 4/1 ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇനി സർക്കംഫറൻസ് പെരിമീറ്റർ 22 തന്നിട്ടുണ്ട്. എന്താ പെരിമീറ്റർ ആണ് ലൊക്കേഷൻ? 2πr ആണ്. ഓക്കെ, പൈയുടെ വാല്യൂ നമുക്ക് കൊടുക്കാം. 2 into 22/7 into റേഡിയസ് ഈക്വൽ ടു 22 എന്നാണ്. ഞാൻ ഇവിടെ കാട്ടിയാൽ എന്താ പറയുക, ഈ 22/7 ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. 2 into 6 2r, അതവിടെ കിടക്കട്ടെ. 22/7 അപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലോട്ടും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലോട്ടും പോകും. അപ്പോൾ ഈ 22 എന്തായി പോയി? ക്യാൻസൽ ആയിപ്പോയി. ബാക്കി 2r = 7 കിട്ടി. അതിൽ നിന്ന് r = എന്ത് കിട്ടും? 7/2 കിട്ടും. അപ്പോൾ റേഡിയസ് കിട്ടിയ എത്രയാ?
7/2. തീറ്റ 90 ഡിഗ്രിയാണ്. ഇനി ഏരിയ കാണാലോ. എന്ത് ഏരിയ ആണ് ലൊക്കേഷൻ? പൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ബൈ 360. ഇതാ പൈയുടെ വാല്യൂ 22/7. റേഡിയസ് 7/2 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ അറിയുമ്പോൾ 7/2 ഇൻറ്റു 7/2. തീറ്റ ബൈ 360 9/360. ഇനി കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാം. ഇതാ 7നെ ഇതിലൊരു 7 ആയിട്ട് കട്ട് ചെയ്തു. 22നെ 2 കൊണ്ട് കട്ട് ചെയ്ത് 11 ആയി. ദെൻ 0യും 0യും പോയി. 1 9s are 9, 4 9s are 36. ഇതാ 11, 7/2, 1/4. ഓക്കെ, ദെൻ മൾട്ടിപ്ലൈ 11 ഇൻറ്റു 7 77, 77 ഇൻറ്റു 1 77, 2 ഇൻറ്റു 4 8. Then we can divide 77/8. 7ൽ 8 ഇല്ല, 77 നോക്കണം. 8 9 9 8 72 ആണ്. 72. 7ന്ന് 2 പോയാൽ 5. ഇനി താഴോട്ട് ഇറക്കി ചെയ്ത നമ്പറില്ല. സോ വി ക്യാൻ ആഡ് 1 0, പുട്ട് 1 പോയിന്റ്. 4 8 32, 5 8 40, 6 8 48. 8 40 6 48. Then 2. 1 more 0. 2 8s are 16. 4. Then 5 8s are 40. So the answer is 9.625 centimeter square. That is the area of the quadrant of circumference 22 centimeter. Okay, what is the area? 9.625. Then third one, മൂന്നാമത്തെ ചോദ്യം. The length of the minute hand of a clock is 14 centimeter. Find the area swept by the minute hand in 5 minutes. ഓക്കെ, ഇവിടെ നമ്മൾ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ക്ലോക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ മക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ അത് ഞാനൊന്ന് പറഞ്ഞുതരാം. അത് ക്ലോക്കിലുള്ള കുറച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ്. അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ക്ലോക്ക് പല ഷേപ്പിൽ നമുക്കുണ്ടാവും. റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള വാച്ച് ഉണ്ട്, ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള വാച്ച് ഉണ്ട്, പിന്നെന്താ ആപ്പിളിൻ്റെ ഷേപ്പിലുള്ള വാച്ച് ഉണ്ട്. വാച്ച് ഏത് ഷേപ്പ് ആയിക്കോട്ടെ, വാച്ചിലുള്ള ഹാൻഡ്സ്, മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും സെക്കൻഡ് ഹാൻഡും ഒക്കെ മൂവ് ചെയ്യുന്നത് സർക്കുലാർ മോഷനിലാണ് അല്ലേ. അതിൻ്റെ ഷേപ്പ് എന്തായിക്കോട്ടെ, ആ ക്ലോക്കിലുള്ള സൂചികൾ ഓരോന്നും ഒരു സെൻറ്ററിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് അതിങ്ങനെ സർക്കുലർ മോഷനിലാണ് കറങ്ങുന്നത് അല്ലേ. ഇതിലുള്ള സൂചികളെല്ലാം ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതൊരു സർക്കിളാണെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ക്ലോക്കിൽ നമുക്ക് കാണാൻ പറ്റും 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഇങ്ങനെ 12 ഭാഗങ്ങളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ 12ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു മിനിറ്റ് ഹാൻഡ് ആയിക്കോട്ടെ, അവർ ഹാൻഡ് ആയിക്കോട്ടെ, സെക്കൻഡ് ഹാൻഡ് ആയിക്കോട്ടെ, തിരിച്ച് നേരെ 12ലോട്ട് എത്തുമ്പോൾ അത് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് വൺ സർക്കിൾ ഈസ് വി കോൾഡ് 360 ഡിഗ്രി. ഒരു സർക്കിളിനെ നമ്മൾ 360 ഡിഗ്രി എന്നാണ് പറയുന്നത്. അത് 12 ഭാഗമാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ 12 ഭാഗമാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിയാൽ, ഇവിടെ നിന്ന് ഇങ്ങനെ 90 ഡിഗ്രി. ഓക്കെ, ഈ 90 ഡിഗ്രിയെ വീണ്ടും 1 2 3 പാർട്ടാക്കി മാറ്റി. അപ്പോൾ ഇവിടെ 30, ഇവിടെയും 30, ഇവിടെയും 30 കണ്ടോ. അപ്പോൾ ഒരു ക്ലോക്കിൽ 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരു ക്ലോക്കിൽ 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഒരു മിനിറ്റ് ഹാൻഡ് 5 മിനിറ്റ് മൂവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ 12 നിന്നും 1 എത്തുമ്പോൾ 5 മിനിറ്റ് ആയി അല്ലേ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് മൂവ് ചെയ്യുമ്പോൾ അത് സ്വൈപ്പ് ചെയ്ത, അത് നീങ്ങിയ ആ ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ സെക്ടറിൻ്റെ ഏരിയ അല്ലേ അല്ലേ. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. സോ ഇറ്റ് ഈസ് 30 ഡിഗ്രി. മിനിറ്റ് ഹാൻഡിൻ്റെ നീളം തന്നിട്ടുണ്ട് 14 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ സെക്ടർ. റേഡിയസ് 14 സെൻറ്റിമീറ്റർ, 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഏരിയ സ്വപ്റ്റ് ബൈ ദ മിനിറ്റ് ഹാൻഡ് ഇൻ 5 മിനിറ്റ്. പൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ബൈ 360. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ക്ലോക്കിൻ്റെ സൂചി ഇങ്ങനെ, അതാണ് റേഡിയസ്, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. 5 മിനിറ്റ് മൂവ് ചെയ്യുമ്പോൾ 30 ഡിഗ്രിയാണ് ആംഗിൾ വരിക. സോ പൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ബൈ 360.
വാല്യൂ കൊടുത്തു 22/7 into 14 into 14, that is radius is 14, so 5 r square 14 into 14, theta 30. Okay, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്തു. 7നെ ഒരു 40 കൊണ്ട് ക്യാൻസൽ ചെയ്തു. 40/7 it's 2. Then 0 0 cancel, 1 3s are 3, 36/3 it's 12. Okay, then once again നമുക്ക് ഒന്നും കൂടെ ചെറുതാക്കാം. ഈ 2നെ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തു, 12ഉമായിട്ടാണ് കട്ട് ചെയ്തത്. സോ 2/2 it's 1, so 2 cancel ആയി. 12/2 it's 6. Then once again I cancelled with this 22. 22 in the half 11, 6 in the half 3. Okay, then multiply. That's 14 into 11. That's 4 1 4 1 4 5 1. It's 154. So 154/3. ഇനി 154നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1ൽ 3 ഇല്ല, 15ൽ 5 3s are 15. 15 minus 15 0. 4 write down ചെയ്തു. 1 3s are 3. 4 minus 3 1. There is no number to write down. Then 1 0. 1 point is there. Then 3 3s are 9. Once again 1. It's 10. Just like that it's going. Okay, so 51.33 centimeter square. That is the area of minute hand swept in 5 minutes. Okay, then fourth question, a chord of circle of radius 10 centimeters subtend a right angle at the center. Find the area of the corresponding minor segment and major segment. Use pi equal to 3.14. നമ്മളോട് ഇവിടെ ഒരു കോഡാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സർക്കിളിൻ്റെ ഒരു കോഡ് വരച്ചു. റേഡിയസ് തന്നിട്ടുണ്ട് 10 centimeter ആണ്. സബ്റ്റൻഡ് റൈറ്റ് ആംഗിൾ, സോ ദിസ് സെൻട്രൽ ആംഗിൾ ഇറ്റ്സ് 90 degree. Find the area of the corresponding minor segment. This is the minor segment. Above this chord, that is major segment. So we need to find this area and rest of the major segment area. Okay, a chord divides the circle into 2 parts. The smaller part we call the minor segment. This is minor. And the large one we call the major segment. Okay, minor segment and major segment. Like that we need to find the area. Okay, to find this area, what we can do, see, this is a sector, the total is a sector, and we can minus this area of the triangle from the sector, then we will get that the segment ACB. Am I correct? Yes or no? Okay, ഇത് സെക്ടർ ആണ്. ആ സെക്ടറിന്റെ ഏരിയയിൽ നിന്നും ഈ ട്രയാങ്കിൾ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതല്ലേ മൈനർ സെഗ്മെന്റ്. ഓക്കെ, അപ്പം നമുക്ക് സെക്ടറിന്റെ ഏരിയയിൽ നിന്നും ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മൈനർ സെക്ടർ കിട്ടും. ഏരിയ ഓഫ് മൈനർ സെക്ടർ. Okay, area of sector ACB minus area of triangle AOB. Okay, I'm just substituting the value. See, area of ACB sector ആണ്, so pi r square into theta by 360 minus triangle area half BH. Triangle 90 degree ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതിനെ ബേസും ഇതിനെ ഹൈറ്റും ആക്കിയിട്ട് എടുക്കാം. എവിടേക്കാണോ പെർപെൻഡിക്കുലർ വരക്കുന്നത് അതാണ് ബേസ്, എവിടെയാണോ പെർപെൻഡിക്കുലർ ഏതാണോ പെർപെൻഡിക്കുലർ അതാണ് ഹൈറ്റ്. സോ ബേസ് ആൻഡ് ഹൈറ്റ് ഈസ് ഓൾറെഡി ഗിവൻ. വാല്യൂ കൊടുത്തു. പൈ ഇൻറ്റു പൈയുടെ കിടക്കട്ടെ 3.14 ആണ്, ലാസ്റ്റ് കൊടുക്കാം. പൈ ഇൻറ്റു ആർ, റേഡിയസ് 10 ആണ്. സോ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 × 10. സ്ക്വയർ പറയുമ്പോൾ 2 വട്ടം വരണമെന്നാണല്ലോ, 10 × 10. തീറ്റ 90 ആണ്. സോ 90/360 മൈനസ് ഹാഫ് ഇൻറ്റു ബേസ്. ഞാൻ പറഞ്ഞു ട്രയാങ്കിളിൻ്റെ ബേസ് 10, ഹൈറ്റും 10. ഓക്കെ, ട്രയാങ്കിൾ ഏതാണെന്ന് മനസ്സിലായല്ലോ. 90 ഡിഗ്രി എവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരെണ്ണത്തിന് ബേസും ഒരെണ്ണത്തിന് ഹൈറ്റും ആക്കിയിട്ട് എടുക്കാം. ഇനി കട്ട് ചെയ്യാനുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. 10 × 10 100, 100 പൈന്നായി. 0 0 പോയി, 9 9, 36/9 4 കിട്ടും. ഇവിടെ 10/2 5 കിട്ടും. ദെൻ അടുത്തത് 100നെ 4 കൊണ്ട് കട്ട് ചെയ്തു. 100ൽ എത്ര 4 ഉണ്ട്? 25 4 ഉണ്ട്. സോ 25 പൈ. ദെൻ 5 × 10 it's 50. Then we can give the value of pi 3.14. Then multiply. 3.14 പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. 314 × 25. അത് 4 20 0, ശിഷ്ടം 2 വരും. 5 2 7 വരും. 3 5 15. ദെൻ ഒരു 4 4 24 8 ഒരു സ്ഥാനം മാറ്റിയിട്ട് ഇപ്പുറത്തോട്ട് ഇടണം. 1 2s are 2, 3 2s are 6.
0 7 14 1 15 5 ശിഷ്ടം 1 5 1 6 7 8 6 1 7. After the decimal place there are 2 points, that is 78.5 minus 50.0 5.8 7 minus 5 2. This is the answer. So 78.50 ആണ്. After the decimal place we have only one number we are taking. You know why? The last number is 0. പോയിന്റിന് ശേഷമുള്ള സീറോക്ക് വാല്യൂ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ 78.5 എടുത്തത്. പിന്നെ 50ക്ക് പോയിന്റ് ഇല്ല, സോ വി ക്യാൻ പുട്ട് 1 point and 1 0. 5 minus 0 5, 8 minus 0 8, 7 minus 5 2. It's 28.5 centimeter square. ഇതാണ് മൈനർ സെഗ്മെന്റിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി മേജർ സെഗ്മെന്റിന്റെ ഏരിയ കാണണം. അതിന് നോക്കിയേ, സർക്കിളിന്റെ ഏരിയയിൽ നിന്നും ആ മൈനർ സെഗ്മെന്റ് മൈനസ് ചെയ്താൽ പോരെ അല്ലേ? ഏരിയ ഓഫ് സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടി. ഇതെന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. വാട്ട് ഈസ് ഏരിയ ഓഫ് സർക്കിൾ? പൈ ആർ സ്ക്വയർ. അതിൽ നിന്നും 78.5 മൈനസ് ചെയ്താൽ മതി. പൈയുടെ വാല്യൂ 3.14 ആണ്, റേഡിയസ് 10 ആണ്. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10ന്റെ സ്ക്വയർ 10 into 10. വാട്ട് ഈസ് 10 into 10? ഇറ്റ്സ് 100. ഇവിടെ സ്റ്റെപ്പ് ഞാൻ മൈനസ് ചെയ്തിട്ടുണ്ട്, കളഞ്ഞിട്ടുണ്ട്. ദാറ്റ് സ്റ്റെപ്പ് വിൽ കം ലൈക്ക് ദിസ്. 3.14 into 100. 10 into 10 100 minus 78.5. then 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 314, then 20. then after the decimal place 2 points are there, then our decimal point is here. ഓക്കെ, അപ്പോൾ ആ പോയിന്റിന് ശേഷം 0 ആയതുകൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. സോ ദ ആൻസർ ഈസ് 314. മനസ്സിലായല്ലോ? 100 മൾട്ടിപ്ലൈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് 2 0 ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ഇല്ലേ? അപ്പോൾ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ 2 0 ആണ് അവിടെ വരുന്നത്. അപ്പോൾ അത് ക്യാൻസലായി പോയി. സോ 314 മൈനസ് 78.5. ഇനി 314 പോയിന്റ് ഇല്ല, അപ്പം നമ്മളൊരു പോയിന്റ് ഇട്ടിട്ട് ഒരു 0 ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത പോയിന്റ് ഈ പോയിന്റിന്റെ താഴെ വരണം. പോയിന്റിന് മുമ്പുള്ള നമ്പർ 78, പോയിന്റ് കഴിഞ്ഞിട്ട് 5. ഇവിടെ 0 ഒന്നും പോവില്ല, അപ്പോൾ ഇവിടെ 10 ആകും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബോറോ ചെയ്താണ്ട് അപ്പോൾ ഇവിടെ 3 ആവും. 10 minus 5 5 ആണ്. ദെൻ പോയിന്റ് ഇവിടെ നിന്ന് ബോറോ ചെയ്യുക, ഇവിടെ 0 ആകും, ഇവിടെ 13 ആകും. 13 8 പോയാൽ ബാക്കി 5 ഉണ്ടാകും. വൺസ് അഗെയിൻ ഇവിടെ 2 ആവും, ഇവിടെ 10 ആവും. 10 minus 7 3 ആയി. then 2 ആണ് അവിടെ ബാക്കിയുള്ളത്. ഇറ്റ്സ് 235.5 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ ഓഫ് മേജർ സെക്ടർ. ഓ മൈ ഗോഡ്, a small mistake is happened. ഈ 235.7 I just don't clearly checked it. See, ഇവിടെ എന്താ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓക്കെ, ഞാൻ ഇത് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ മാറ്റുന്നില്ല. ഞാൻ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറ്റുകയാണ്. ക്വസ്റ്റ്യനിൽ വരുന്ന മാറ്റം എത്രയേ ഉള്ളൂ. ഫൈൻഡ് ദ മേജർ സെക്ടർ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു? ഫൈൻഡ് ദ മേജർ സെഗ്മെന്റ് എന്ന് കൊടുത്തു കേട്ടോ. എന്താക്കി? സെഗ്മെന്റ് എന്നാക്കി. ഇപ്പം നമ്മളുടെ ആൻസർ കറക്റ്റായി. ഓക്കെ, ഇപ്പം നമ്മളുടെ ആൻസർ ഓക്കെ ആയി. മേജർ സെഗ്മെന്റ് എന്ന് കൊടുത്തപ്പോൾ ഇപ്പം നമ്മളുടെ ആൻസർ ഓക്കെ ആയി. ഇതിൻ്റെ മുകളിലോട്ട് ഓക്കെ, മേജർ സെക്ടർ എന്ന് മാറ്റിയിട്ട് ഞാൻ എന്തെടുത്തു? മേജർ സെഗ്മെന്റ് എന്ന് കൊടുത്തു. മേ ബി ഞാൻ അവിടെ സെഗ്മെന്റ് തന്നെ ആയിരിക്കും നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. ടൈപ്പ് ചെയ്തപ്പോൾ ചിലപ്പോൾ മാറിയതായിരിക്കും കേട്ടോ. മൈനർ സെഗ്മെന്റ് നമ്മൾ കണ്ടു. മേജർ സെഗ്മെന്റ് കാണാൻ സർക്കിളിൽ നിന്നും മൈനർ സെഗ്മെന്റിന്റെ ഏരിയ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ഇനി ഇപ്പോൾ ആൻസർ ഓക്കെ ആയാലും 235. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഇനി ബൈ ചാൻസ് ഇങ്ങനെയാണ് ചോദിച്ചിരുന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഇതിൻ്റെയും ആൻസർ നമുക്ക് കാണാൻ പറ്റും. മേജർ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മൈനർ സെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ സെക്ടറാണ്. ഈ സെക്ടർ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് മൈനർ സെക്ടർ എന്ന് പറയുന്നത്. ഇതാണ് സെക്ടർ. സർക്കിളിൻ്റെ റേഡിയസും ആർക്കും തമ്മിൽ ചേരുന്നതാണ് സെക്ടർ എന്ന് പറയുന്നത്. ഇത് മൈനർ സെക്ടർ. അപ്പോൾ ബാക്കിയുള്ള ഈ ഭാഗമാണ് മേജർ സെക്ടർ മുകളിലോട്ടുള്ളത്. ഓക്കെ, അത് കാണാൻ ഇതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? സർക്കിളിൻ്റെ ഏരിയയിൽ നിന്നും സെക്ടറിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. സെക്ടറിൻ്റെ ഏരിയ നമ്മൾ അപ്പുറത്ത് കണ്ടെത്തിയില്ലേ? എങ്ങനെ സെക്ടറിൻ്റെ ഏരിയ വരുന്നത്? പൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ബൈ 360 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സെക്ടറിൻ്റെ ഏരിയ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? 3.14 കൊടുക്കുക. റേഡിയസ് 10 തന്നിട്ടുണ്ട്.
പിന്നെ തീറ്റ 90 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് സെക്ടറിൻ്റെ ഏരിയ കിട്ടും. നമ്മൾ ഓൾറെഡി അപ്പുറത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഏരിയ എന്ത് ചെയ്താൽ മതി, സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് മൈനസ് ചെയ്താൽ മേജർ സെക്ടറിൻ്റെ ഏരിയയും കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ മേജർ സെക്ടർ തന്നെയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ എന്ന് എന്ത് ചെയ്താൽ മതി, ഈ സെക്ടറിൻ്റെ നമ്മൾ കണ്ടുപിടിച്ച ഈ സെക്ടറിൻ്റെ ഏരിയ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ സെക്ടറിന് വെട്ടിയാണ്ട് സെഗ്മെൻ്റ് ആക്കുമ്പോൾ നമ്മളുടെ കറക്റ്റ് ആൻസറായി. ഏതായാലും ലാസ്റ്റ് എത്തിയപ്പോൾ ഇത് കണ്ടല്ലോ. ഓക്കെ 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 ദെൻ. അപ്പം ഇനി നമുക്ക് അടുത്ത ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ നമ്മളുടെ ഏരിയ റിലേറ്റഡ് ടു സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ ബൈ.